+1 അപേക്ഷകൾക്കായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും SG ചാനലിലേക്ക് സ്വാഗതം. +1 അപേക്ഷ നമ്മൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം, ഈ അപേക്ഷ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 25-ാം തീയതിക്ക് അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കിടങ്ങന്നൂർ സെൻറ്ററിൽ നിന്ന് നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കഴിയുമെങ്കിൽ ഈ ഡേറ്റ ഫോം വാങ്ങിച്ചിട്ട് അതിൽ നിങ്ങളുടെ ഡേറ്റ എല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നമ്മളുടെ കയ്യിൽ കൊണ്ട് എത്തിക്കുക. കാരണം വെച്ചാൽ ഈ ഡേറ്റ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ എറർ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ HSC ക്യാപ്പിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഏതൊക്കെ ഇപ്പം നിങ്ങൾ സബ്ജക്റ്റ് ഏതാണ് എടുക്കുന്നത് അതിൻ്റെ എല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾ അറിഞ്ഞു വെക്കുക. അതോടൊപ്പം തന്നെ സ്കൂൾ കോഡുകൾ വളരെ പ്രധാനമാണ്. സ്കൂൾ കോഡുകൾ ഇപ്പോൾ പല ജില്ലകളിലെ സ്കൂൾ കോഡുകൾ കാണും. അപ്പോൾ അത് ഏത് ജില്ലയിലാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ ആ ജില്ലകളിലെ സ്കൂളിൻ്റെ കോഡുകൾ കഴിയുമെങ്കിൽ നിങ്ങൾ നോക്കി വെക്കുക. അതോടൊപ്പം തന്നെ നമ്മളും നമ്മുടെ സെൻറ്ററുകളിൽ ഈ സ്കൂൾ കോഡുകൾ സെർച്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ തിരക്ക് കൂടുന്നതനുസരിച്ച് വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ SSLCയുടെ മാർക്ക് ഷീറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് കൃത്യമായിട്ട് എടുത്ത് കൈ സൂക്ഷിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ സൈറ്റ് എററോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പ്രിൻ്റ് എടുക്കുവാനും അതിൻ്റെ പുറകെ പോകാനും ഒക്കെ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ ഏതൊക്കെ വിഭാഗത്തിൽ മറ്റേ സ്കൗട്ട്സ്, ഗൈഡ്സ്, ഇതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകൾ, അതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് എടുത്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയൊക്കെ ആ സമയത്ത് നോക്കി നിൽക്കാതെ കണ്ട് നേരത്തെ തന്നെ ഇതിനുള്ള അപേക്ഷകളെല്ലാം കൊടുത്തു വെക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നേരത്തെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന വേളയിലും മറ്റും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് കൊടുക്കുവാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ വില്ലേജിലെ തിരക്കും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് ചിലപ്പോൾ 3-4 ദിവസം എടുക്കുന്ന സമയമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഓൺലൈനിൽ 3 ദിവസം ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വില്ലേജ് ഓഫീസർമാർ ഇത് കൊടുക്കത്തില്ല. അവർക്ക് തോന്നുന്ന സമയങ്ങളിലായിരിക്കും ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അത്രയും ഡിലേ ആകാതെ കണ്ട് കൃത്യമായിട്ടുള്ള അപേക്ഷകൾ നേരത്തെ തന്നെ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അപേക്ഷ കൊടുക്കുവാനായിട്ട് സെൻറ്ററിലേക്ക് എത്തുക. കഴിവതും അപേക്ഷ തുടങ്ങിയ ആദ്യ 1-2 ദിവസം ഇടിച്ചു തള്ളി അപേക്ഷ കൊടുക്കാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലെന്തെങ്കിലും അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പിന്നീട് അത് എഡിറ്റ് ചെയ്യാനൊക്കെ വളരെ പാടായിരിക്കും. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷ കൊടുത്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അതിന് വേണ്ടുന്ന സഹായങ്ങളും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളും മറ്റും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നമുക്കറിയാം, ഒരുപാട് വീഡിയോകൾ നമ്മുടെ SG ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കമൻറ്റിൽ വരുന്ന ആളുകൾക്ക് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.